Dear friends, welcome to STEM Scholar. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാഗ്നറ്റിസത്തെ പറ്റിയാണ്, മൂവിങ് ചാർജസിനെ പറ്റിയാണ്. ഓക്കെ, ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസം തമ്മിൽ വളരെയധികം ബന്ധമുണ്ടെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈസ്റ്റർ എന്നുള്ള സയന്റിസ്റ്റ് ആണ് ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസം തമ്മിലുള്ള റിലേഷൻ കണ്ടെത്തിയത്. ആംബിയർ എന്നുള്ള സയന്റിസ്റ്റ് ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടെത്തി, അല്ലെങ്കിൽ ഫോഴ്സ് ബിറ്റ്വീൻ ടു സ്ട്രേറ്റ് കണ്ടക്ടേഴ്സ്, ഫോഴ്സ് ആക്ടിംഗ് ബിറ്റ്വീൻ ടു സ്ട്രേറ്റ് കണ്ടക്ടേഴ്സ് കണ്ടെത്തി. അതുപോലെ ബയോസവാർട്ട് ഒരു മാഗ്നറ്റിക് എലിമെന്റിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും കണ്ടെത്തി. ഒരു എലിമെന്റ് മുഖാന്തരമുള്ള ഒരു കറന്റ് എലിമെന്റ് മുഖാന്തരമുള്ള. സോ മൂന്ന് സയന്റിസ്റ്റുകളുടെ കണ്ടെത്തലുകൾ വളരെയധികം പ്രധാനമാണ്. ഈസ്റ്റർ റിലേഷൻഷിപ്പ് കണ്ടെത്തി, രണ്ട് ഇലക്ട്രിസിറ്റി മാഗ്നറ്റിസവും. ആംബിയർ രണ്ട് കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന്റെ ഇടയ്ക്കുള്ള മാഗ്നറ്റിസത്തിന്റെ മാഗ്നിറ്റ്യൂഡ്, അതുപോലെ ഫോഴ്സിന്റെ അളവ് കണ്ടെത്തി. അതുപോലെ ബയോസവാർട്ട് ഡയറക്ഷൻ കണ്ടെത്തി, ഒരു പെർട്ടിക്കുലർ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഒരു കറന്റ് ക്യാരിയിങ് എലിമെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന. സോ ഇന്ന് നമുക്ക് ബയോസവാർട്ട്സ് ലോ ഡിസ്കസ് ചെയ്യാം. ബയോസവാർട്ട് ലോ എന്താണ്? ബയോസവാർട്ട്സ് ലോ നമുക്കറിയാം. ബയോസവാർട്ട്സ് ലോ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കണ്ടക്ടർ എടുത്തു. ദിസ് ഈസ് എ കറന്റ് എലിമെന്റ്, ദിസ് ഈസ് എ കണ്ടക്ടർ, ദിസ് ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ആണ്. ഓക്കെ, ഈ കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിൽ നമ്മൾ ഈ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ പി എന്നുള്ള പോയിന്റ് എടുത്തു. ഈ പി എന്നുള്ള പോയിന്റ് ദിസ് ഈസ് അവർ കണ്ടക്ടർ. ദിസ് കണ്ടക്ടർ ഈസ് ഹാവിംഗ് കറന്റ് ഐ. ഈ കണ്ടക്ടർ പി എന്നുള്ള പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പി എന്നുള്ള പോയിന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്ന് നമുക്ക് കണ്ടെത്തണം. വാട്ട് ഈസ് എ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദിസ് കണ്ടക്ടർ അറ്റ് പി? എന്താണ് പി എന്നുള്ള പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ്? നോക്കൂ, അപ്പൊ പി എന്നുള്ള പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യണം. ഇത് വലിയൊരു കണ്ടക്ടറാണ്. ഈ വലിയ കണ്ടക്ടർ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ കിട്ടുന്ന മാഗ്നറ്റിക് ഫീൽഡ് വലിയൊരു ഫീൽഡ് ആയിരിക്കും. പക്ഷെ ഒന്നിച്ച് നമുക്കത് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മൾ ചെറു ഘടകങ്ങളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാം. ചെറിയ ചെറിയ ഘടകങ്ങളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണ്ട. ഇമാജിൻ ടു കൺസ്ട്രക്ട് സ്മാൾ എലിമെന്റ്സ് ഓൺ ദിസ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ. അങ്ങനെ ഇതിനെ സ്മാൾ എലിമെന്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്തു. അങ്ങനെയുള്ള ഒരു എലിമെന്റ്, ഇങ്ങനെയുള്ള കുറെ എലിമെന്റുകൾ ചേർന്നുള്ളതാണ് ഈ സ്ട്രേറ്റ് കണ്ടക്ടർ. ഇതിലുള്ള ഒരു എലിമെന്റ് ആണ് എ ബി. അങ്ങനെയുള്ള ഒരു എലിമെന്റ് ആണ് എ ബി. എ ബി പോലെയുള്ള നിരവധി എലിമെന്റുകൾ ചേർന്നതാണ് ഈ കണ്ടക്ടർ. അപ്പൊ നമ്മൾ എ ബി കൊണ്ടുണ്ടാവുന്ന പിയിലെ മാഗ്നറ്റിക് ഫീൽഡ് കാണുന്നു. എന്നിട്ട് നമുക്ക് പിന്നെ മൊത്തത്തിലുള്ള ഫീൽഡ് കാണാൻ വേണ്ടിയിട്ട് എല്ലാ എലിമെന്റിന്റെയും ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടിയാൽ മതി, ആഡ് ചെയ്താൽ മതി. അപ്പൊ ആദ്യമേ നമ്മൾ എ ബി എന്ത് മാഗ്നറ്റിക് ഫീൽഡാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പിയിൽ നോക്കുക. അപ്പൊ എ ബിയുടെ ലെങ്ത് വളരെ ചെറുതാണ്, അത് ഡി എൽ ആണ്. ഡി എൽ ലെങ്ത് നോക്കൂ. ഇനി ഈ എ ബിയും പിയും തമ്മിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. ആ ഡിസ്റ്റൻസ് ആറാണ്. ആ ഡിസ്റ്റൻസ്. സോ എ ബിയിലൂടെ ഒഴുകുന്ന കറന്റ് ഐ തന്നെയാണ്. ഇറ്റ് ഈസ് സെയിം. കറന്റ് ത്രൂ ഓൾ ദ എലിമെന്റ്സ് ഈസ് സെയിം. ഇപ്പൊ ഈ സിറ്റുവേഷനിൽ നമ്മൾ എടുക്കുക, വാട്ട് ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് പി? പിയിലെ മാഗ്നറ്റിക് ഫീൽഡ് എന്താണ് നോക്കുക. പിയിലെ മാഗ്നറ്റിക് ഫീൽഡ് ഒരു ചെറിയ മാഗ്നറ്റിക് ഫീൽഡാണ് കിട്ടുക. എന്തുകൊണ്ടാണ് പിയിലെ മാഗ്നറ്റിക് ഫീൽഡ് ഒരു ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് ആവുന്നത്? ബിക്കോസ് നമ്മൾ ചെറിയ എലിമെന്റ് ആണ് ഇവിടെ കൺസിഡർ ചെയ്തത്. എ ബി എന്നുള്ളത് ചെറിയ എലിമെന്റ് ആണ്. ഒരു ചെറിയ എലിമെന്റ് ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. മാഗ്നറ്റിക് ഫീൽഡിനെ സാധാരണ ബി എന്നുള്ള ലെറ്റർ കൊണ്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാറ്. ഇവിടെ ചെറിയൊരു മാഗ്നറ്റിക് ഫീൽഡ് ആകുമ്പോൾ അത് ഡി ബി. ഡി ബി എന്തിനൊക്കെ ആശ്രയിച്ചിരിക്കുന്നു? ഡി ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറന്റ് ഇൻ ദ എലിമെന്റ്. കറന്റ് ഇൻ ദ എലിമെന്റ്
എലിമെന്റിലെ കറന്റ് നമുക്കറിയാം I തന്നെയാണ്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദ എലിമെന്റ്. എന്താണ് എലിമെന്റിന്റെ ലെങ്ത്? dl. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സൈൻ തീറ്റ. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സൈൻ തീറ്റ. എന്താണ് സൈൻ തീറ്റ? ഈ ആംഗിൾ തീറ്റ. സൈൻ തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ the element and the line joining. This is the line joining. This is the line joining. Line joining ഇന്റെയും എലിമെന്റിന്റെയും ഇടയ്ക്കുള്ള ആംഗിൾ ആണ് സൈൻ തീറ്റ. അതുപോലെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/r². 1/r². r എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ്. എലിമെന്റും p എന്നുള്ള പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് r². സോ ഇത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സ്ക്വയറിന്റെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ നമുക്ക് ഇത് ഒന്നിച്ച് എഴുതുമ്പോൾ db directly proportional to idl ഒന്നിച്ച് എഴുതുക idl sin theta by r². that is proportionality മാറ്റുക. so db equal to constant വേണം k idl sin theta by r². നോക്കൂ k ഒരു കോൺസ്റ്റന്റ് ആണ്. ആ k യുടെ വാല്യൂ mu0/4π. mu0/4π. ഇതിനെ നമ്മൾ പെർമിയബിലിറ്റി എന്ന് വിളിക്കും. വി കോൾ ഇറ്റ് പെർമിയബിലിറ്റി. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ ചേഞ്ച് ആയി. db ഈക്വൽ ടു k ന്റെ പ്ലേസിൽ mu0/4π കൊടുക്കുക. 4π നമുക്ക് കോൺസ്റ്റന്റ് ആണ് നമുക്കറിയാം. mu0/4π idl sin theta by r². This is the magnitude of the magnetic field at P. This is the magnitude of the magnetic field at P. So dB is a small magnetic field. Because why it is a small magnetic field? Because we have taken a small element. Because of small element, there is a small magnetic field at P. So mu0 permeability. Okay, if mu0 ന്റെ value 4π into 10⁻⁻7 Henry meter ആണ്. So 4π into 10⁻⁻7. This is the magnitude of the magnetic field at P. By this theory, നമ്മൾ magnetic field കണ്ടെത്തി ബയോ-സവാർട്ട്സ് ലോ പ്രകാരം. നോക്കൂ, ഇനി എന്താണ് ഈ സൈഡ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. mu0 equal to idl sin theta by r². db equal to mu0/4π idl sin theta by r². ഇനി നോക്കൂ, നമുക്ക് ഒരു കാര്യം ഡിസ്കസ് ചെയ്യാം. വെക്റ്റർ ഫോം ഓഫ് ബയോ-സവാർട്ട്സ് ലോ. നോക്കൂ, db equal to mu0/4π I into dl sin theta. dl sin theta ഇതിനെ നമ്മൾ മാറ്റി എഴുതി. നമുക്കറിയാം ab sin theta എന്ന് പറഞ്ഞാൽ എന്താണ്? a cross b ആണ്. വെക്ടറിൽ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടാവും. വെക്ടറിൽ നമ്മൾ പഠിച്ചതാണ് ab sin theta എന്ന് പറഞ്ഞാൽ a cross b. അപ്പൊ ഇവിടെ നമ്മൾ mu0/4π I ഈ എലിമെന്റിനെ നമ്മൾ വെക്ടർ ആയിട്ട് എടുത്തു. ഒരു വെക്ടർ dl ക്രോസ്, അപ്പൊ a യുടെ പ്ലേസിൽ dl വന്നു, a ക്രോസ്. പിന്നെ b ന്റെ പ്ലേസിൽ ഈ r ന്റെ ഒരു യൂണിറ്റ് വെക്ടർ എടുത്തു. ദിസ് ഈസ് ലൈൻ ജോയിനിങ്ങിന്റെ ഒരു യൂണിറ്റ് വെക്ടർ, അത് r ക്യാപ്. ലൈൻ ജോയിനിങ്ങിന്റെ ഒരു യൂണിറ്റ് വെക്ടർ r ക്യാപ് by r². This is the vector form. That is db equal to mu0/4π I into dl cross r cap by r². നോക്കൂ, dl cross r നെ നമുക്ക് dl sin theta എന്ന് പറയാം. dl sin theta r cap യൂണിറ്റ് വെക്ടർ ആണ്. സോ അത് ഇൻട്രൊഡ്യൂസ് ചെയ്താലും ഒരു മാറ്റവും വരില്ല. യൂണിറ്റ് വെക്ടർ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. സോ dl cross r എന്ന് പറഞ്ഞാൽ dl sin theta തന്നെയാണ്. സോ I dl cross r². ഇനി നോക്കൂ, r ക്യാപ്പിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. r ക്യാപ്പ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ വെക്ടർ ബൈ ഇറ്റ്സ് മോഡുലസ്. ഇവിടെ വെക്ടർ എന്താണ്? മൊത്തം വെക്ടർ r വെക്ടർ ആണ്. യൂണിറ്റ് ക്യാപ്പ് r ക്യാപ്പ് ഈക്വൽ ടു r വെക്ടർ ബൈ r ക്യാപ്പ്. ദാറ്റ് ഈസ് വെക്ടർ ബൈ ഇറ്റ്സ് മോഡുലസ്. വെക്ടർ ബൈ ഇറ്റ്സ് മോഡുലസ് ഈസ് r ക്യാപ്പ്. ദാറ്റ് ഈസ് db ഈക്വൽ ടു mu0/4π I into
dl cross r ക്യാപിന്റെ പ്ലേസിൽ r കൊടുത്തു r I dl r ക്യാപിന്റെ പ്ലേസിൽ r ക്യാപിന്റെ പ്ലേസിൽ r by r സ്ക്വയർ ഉണ്ട് ഇവിടെ ഇൻറ്റു ഈ r കൂടി വരും മുകളിലെ സബ് ഈ r കൂടി സോ ഈക്വൽ ടു db ഈക്വൽ ടു mu 0 by 4 pi I dl cross r cap by r cube. This is the vector notation. This is the vector form of Biot-Savart's law. Vector form of Biot-Savart's law. നോക്കൂ ഇതുവഴി നമുക്ക് Biot-Savart's law വഴി നമുക്ക് ഒരു പർട്ടിക്കുലർ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിംഗ് കാണാൻ പറ്റും. നോക്കൂ ഡയറക്ഷൻ Biot-Savart's law ഉപയോഗിച്ച് ഡയറക്ഷൻ കാണാൻ വേണ്ടിയിട്ട് പി എന്നുള്ള പോയിന്റ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കാണാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് റൂൾസ് ഉള്ളത്. അതിൽ ആദ്യത്തെ റൂളാണ് റൈറ്റ് ഹാൻഡഡ് കോർക്ക് സ്ക്രൂ റൂൾ. കോർക്ക് സ്ക്രൂ റൂൾ. എന്താണ് കോർക്ക് സ്ക്രൂ റൂൾ? നോക്കൂ നമുക്കൊരു കോർക്ക് ഒരു സ്ക്രൂ ഹെഡ് ഉണ്ട് വിചാരിക്കുക. സ്ക്രൂ ഹെഡ് ഇങ്ങനെയുള്ള സ്ക്രൂ ഹെഡ് നോക്കൂ ഇത് റൈറ്റ് ഹാൻഡ് ആണ്. അപ്പൊ നോക്കൂ ഇത് നമ്മൾ തിരിക്കുകയാണ് ഈ സ്ക്രൂ ഹെഡ് ഉപയോഗിച്ച് ഇത് വെച്ച് തിരിക്കുകയാണ്. റൈറ്റ് ഹാൻഡ് തിരിക്കുകയാണ്. തിരിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഈ ടിപ്പ് ഇങ്ങനെ തിരിയും. ടിപ്പ് അഡ്വാൻസ് ചെയ്യും. ഈ ടിപ്പിന്റെ മൂവ്മെന്റ് നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് തിരിക്കുമ്പോൾ ഈ ടിപ്പ് അഡ്വാൻസ് ചെയ്യും, താഴോട്ട് അഡ്വാൻസ് ചെയ്യും. ടിപ്പിന്റെ ഡയറക്ഷൻ ആണ് ഡയറക്ഷൻ ഓഫ് കറന്റ്. അതുപോലെ ഈ ഹെഡിന്റെ ഡയറക്ഷൻ ഹാൻഡിലിന്റെ ഡയറക്ഷൻ ആണ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. സോ സ്ക്രൂ ഹെഡിന്റെ ഡയറക്ഷൻ this is screw head. ഹെഡിന്റെ ഡയറക്ഷൻ ഹാൻഡിലിന്റെ ഡയറക്ഷൻ ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ്. അതുപോലെ ടിപ്പിന്റെ ഡയറക്ഷൻ ഓഫ് ദി കറന്റ്. This is cork screw rule. Cork screw rule പറയുന്നത് ടിപ്പിന്റെ advancement of the tip gives direction of current. The direction of rotation of the handle gives the direction of the magnetic field. ഇനി right hand grip rule. Maxwell's right hand grip rule. എന്താണ് റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ പറയുന്നത്? നമ്മൾ കണ്ടക്ടറിന്റെ റൈറ്റ് ഹാൻഡ് പിടിക്കുക. We are holding the conductor in the right hand. This is our conductor. കണ്ടക്ടറിന്റെ റൈറ്റ് ഹാൻഡ് പിടിക്കുക. റൈറ്റ് ഹാൻഡ് പിടിക്കുമ്പോൾ തമ്പിന്റെ ഡയറക്ഷൻ ഓഫ് ദി കറന്റ്. അതുപോലെ ഈ കേൾഡ് ഫിംഗേഴ്സ് ചുറ്റിയിരിക്കുന്ന ഫിംഗേഴ്സിന്റെ ഡയറക്ഷൻ ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ്. This is right hand grip rule. Hold the conductor in the right hand. The direction of the thumb gives direction of the current. Direction of the curled fingers gives direction of the magnetic field. So these two rules are very important in determining the direction of the magnetic field. So Biot-Savart's law പ്രകാരം നമുക്ക് മാഗ്നിറ്റ്യൂഡ് കിട്ടും. മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടും പർട്ടിക്കുലർ പോയിന്റിൽ. അതുവഴി നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കാണാം. Biot-Savart's law പ്രകാരം നമ്മൾ ഒരു ചെറിയ എലിമെന്റ് ഉപയോഗിച്ചാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടത്. അങ്ങനെയുള്ള ഒരുപാട് എലിമെന്റുകൾ ചേർന്നതാണ് ആ മൊത്തത്തിലുള്ള കണ്ടക്ടർ. മൊത്തത്തിൽ എലിമെന്റിനെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുകയോ ഒന്നിച്ച് കൂട്ടുകയോ ചെയ്തു കഴിഞ്ഞാൽ മൊത്തം മാഗ്നറ്റിക് ഫീൽഡ് കിട്ടും. ഇതുവരെ നമുക്ക് കിട്ടിയത് dB ആയിരുന്നു. ഇനി മൊത്തം കിട്ടുമ്പോൾ അത് B ആയിട്ട് മാറും. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ Biot-Savart's law, അതുപോലെ നമ്മൾ ഡിസ്കസ് ചെയ്തത് Biot-Savart's lawന്റെ വെക്ടർ ഫോം, രണ്ട് റൂൾസ്. ഏതൊക്കെ റൂൾസ് ആണ് ഡിസ്കസ് ചെയ്തത്? റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ, അതുപോലെ മാക്സ്വെൽസ്, അതുപോലെ നമ്മൾ ഡിസ്കസ് ചെയ്തത് റൈറ്റ് ഹാൻഡ് കോർക്ക് റൂൾ, റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ. നോക്കൂ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ, മാഗ്നറ്റിക് ഫീൽഡിന്റെ യൂണിറ്റ് ഉണ്ട്. മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മൾ വെബർ per meter square ആണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ യൂണിറ്റ്. Hope you understood the class. Do write your comments. Do subscribe STEM Scholar. Thank you.